രാഹുൽ ഗാന്ധിയുടെ ബീഹാറിലെ വോട്ടർ അധികാർ യാത്രയിൽ ജനപങ്കാളിത്തം കുറവെന്ന കോൺഗ്രസ് വിലയിരുത്തൽ. മുഖം രക്ഷിക്കാനായി ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കളെ ബീഹാറിലെത്തിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെയും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിനെയും യാത്രയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവരും യാത്രയിൽ പങ്കെടുക്കും. ശ്രീകാന്ത് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. ശ്രീകാന്ത്, ഒരുപക്ഷെ കോൺഗ്രസ് നടത്തിയ ഒരു നീക്കം അതൊരു വൻ പരാജയത്തിലേക്ക് തന്നെയല്ലേ പോകുന്നത്? അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ സ്വാഭാവികമായി ചെയ്യുന്ന നടപടിയാണ് അവിടെ പ്രചാരണ പരിപാടികൾ നടത്തുക എന്നുള്ളത്. കോൺഗ്രസ് വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന സ്ഥലമാണ് അത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് അവിടുത്തെ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നു എന്നുള്ളത്. ഇതിനു മുൻപ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ രാഹുൽ ഗാന്ധി നേരിട്ട് അവിടെ എത്തി തെരഞ്ഞെടുപ്പ് നയിച്ചിരുന്നില്ല. കാരണം ഉറപ്പായും തോക്കുമെന്ന് രാഹുൽ ഗാന്ധിക്ക് ആ ഘട്ടത്തിൽ നല്ല ഉറപ്പ് മറ്റാരേക്കാളും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ജയിക്കാനുള്ള നേരിയ സാധ്യത രാഹുൽ ഗാന്ധി കാണുന്നുണ്ട് എന്നുള്ളത് ഒരു പക്ഷേ കോൺഗ്രസിനുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി തന്നെ ഈ ഉദ്യമത്തിന് ഇറങ്ങിയത്. മാത്രമല്ല അദ്ദേഹം ഒരു ആരോപണമാണ് ഉന്നയിച്ചത്, ഈ വോട്ട് ചോർച്ച, വോട്ട് മോഷണം എന്നുള്ളത്. അപ്പോൾ മുന്നിൽ നിന്ന് നയിക്കേണ്ട ചുമതലയും രാഹുൽ ഗാന്ധിക്കാണ്. സ്വാഭാവികമായും അവിടെ എത്തി. പക്ഷേ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായിരുന്നില്ല ആദ്യത്തെ 2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സംഭവിച്ചത്. രാഹുൽ ഗാന്ധിക്ക് ഈ വോട്ട് മോഷണം എന്നുള്ള തിരക്കഥ തയ്യാറാക്കി കൊടുത്ത CSDSന്റെ സഞ്ജയ് കുമാർ തന്നെ പരസ്യമായി മാപ്പ് പറഞ്ഞ് രംഗത്തെത്തി. അതായത് തങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്നുള്ള കാര്യം അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റോ എക്സ് പോസ്റ്റോ ഇടുക മാത്രമല്ല ചെയ്തത്, മറിച്ച് എല്ലാ മാധ്യമങ്ങളിലും പോയി തങ്ങൾക്ക് തെറ്റ് പറ്റിയതിനെക്കുറിച്ച് പറയുകയും മാപ്പ് പറയുകയും അത് ഏത് തരത്തിലാണ് പറ്റിയത് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ പോസ്റ്റ് ഷെയർ ചെയ്ത രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റ് ഷെയർ ചെയ്ത മുഴുവൻ ആളുകളും കോൺഗ്രസിലെ പവൻ ഖേരെ അടക്കം ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് മുങ്ങുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയും ഈ ആരോപണം ഒഴിവാക്കാത്തയാൾ, ഈ ആരോപണം ഇപ്പോഴും തുടരുന്നയാൾ, അതിൽ നിന്ന് മുങ്ങാത്തയാൾ രാഹുൽ ഗാന്ധി മാത്രമാണ്. പക്ഷേ ആ ഒരു മാപ്പ് പറച്ചിൽ വന്നതോടെ രാഹുൽ ഗാന്ധിയുടെ യാത്ര പകുതി വഴിയിൽ പൊളിഞ്ഞു എന്നുള്ളതായിരുന്നു ബീഹാറിൽ നിന്നും കിട്ടുന്ന വിവരം. ഇപ്പോൾ രക്ഷാപ്രവർത്തനം കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്ത്യ സഖ്യ നേതാക്കളെ അവിടേക്ക് എത്തിച്ച് ഒന്ന് കളറാക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. നിലവിൽ DMKയിൽ നിന്നും എം കെ സ്റ്റാലിൻ എത്തുന്നു. അതോടൊപ്പം സമാജ്വാദി പാർട്ടി അധ്യക്ഷനായ അഖിലേഷ് യാദവ് അവിടേക്ക് എത്തുന്നുണ്ട്. തൊട്ടു പിന്നാലെ തന്നെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരെ കൂടി അവിടെ എത്തിച്ച് ഇത് കളറാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ദേശീയ മാധ്യമങ്ങളിൽ ഒന്നിൽ പോലും ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ യാത്ര വാർത്തയാകുന്നില്ല, ചർച്ചയാകുന്നില്ല. 2, നേരത്തെ ഈ യാത്രയ്ക്ക് പിന്തുണ നൽകിയ മലയാള മാധ്യമങ്ങൾ പോലും നൈസായി മുങ്ങിയിരിക്കുന്നു. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും ഒരു ഇടവേള.